وبركاته. الحمد لله الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العظيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലാഗതനായതിൻ്റെ ഉദ്ദേശ്യം ജീവിതഘട്ടങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുമായി സംവദിക്കാനാണ്. ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ അതിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. സഹോദരങ്ങളെ, കാലം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്തും പ്രവർത്തിക്കാം, എന്തും സംസാരിക്കാം. അതിൽ യാതൊരു ഭീകരതകളിൽ നിന്ന് പറഞ്ഞു നടക്കുന്നവർ നമുക്കിടയിൽ ധാരാളമാണ്. നമ്മുടെ സമൂഹത്തിൽ പോലും അനിതര സാധാരണമാവണം ഇത്തരം പാശ്ചാത്യ അനുകരണങ്ങൾ പടർന്നു പിടിക്കുകയാണ്. യുവത്വ മതപതനത്തിന്റെ അതിർത്തി പോലും പിന്നിടുമ്പോൾ സമൂഹം നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും എന്തും എവിടുന്നും സംസാരിക്കാം, പ്രവർത്തിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ എന്തും പ്രചരിപ്പിക്കാം എന്നൊരു ഭാവമാണ് ഇന്നത്തെ യുവതലമുറക്ക്. യുവത്വ മതപതനത്തിന്റെ അതിർത്തി പോലും പിന്നിടുമ്പോൾ സമൂഹം നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സത്യം എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ നന്മയാണ്, എന്നാൽ അവന്റെ കളവോ ഒരു സമുദായത്തിന്റെ തന്നെ തിന്മയുമാണ്. കാലം പല സമുദായങ്ങൾക്കും പ്രസ്ഥാനിക പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആധുനികവും സാമുദായിക ദുരന്തത്തിന്റെ മറ്റൊരു മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആനിനോട് പറഞ്ഞിരിക്കുന്നത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വതൻ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വതിൻ വദഅഫൻ വശൈബതൻ യഖ്ലുഖു മാ യശാഉ ഹുവൽ അലീമുൽ ഖദീർ. ബലഹീനതയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതും ബലഹീനതയ്ക്ക് ശേഷം ശക്തി ഉണ്ടാക്കുന്നതും ശക്തിക്ക് ശേഷം ബലഹീനയും നരയുമുണ്ടാക്കുന്നതും അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ എല്ലാം അറിയുന്നവനും സർവശക്തനുമാണ്. Youth is the time of great intensity, filled with a passion and unteachable curiosity. അഭിനിവേശവും ജിജ്ഞാസയും നിറഞ്ഞ തീവ്രതയുടെ കാലഘട്ടമാണ് യുവത്വം. എന്ത് തോന്നിവാസങ്ങൾ കാണിക്കാനുമുള്ള ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആർക്കെങ്കിലും അവൻ ചെയ്യുന്ന നന്മകൾ കാരണം അവന്റെ മനസ്സിന് സന്തോഷം തോന്നുകയും അവൻ ചെയ്യുന്ന തിന്മകൾ കാരണം അവന്റെ മനസ്സിന് സങ്കടവും തോന്നുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് വിജയിച്ചവൻ, അവനെയാണ് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നത്.
അവന്റെ ഓരോ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. സത്യവിശ്വാസികളെ എന്ത് വില കൊടുത്തും പടച്ചറബ് സംരക്ഷിക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ആരാധനയായി വളർന്ന, അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചൊരു യുവാവുണ്ടല്ലോ, അവന്റെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചൊരു യുവാവുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു യുവാവിനെ നബി തങ്ങൾ എണ്ണുകയാണ്. അവന്റെ ഓരോ നിമിഷങ്ങളും അവന്റെ സെക്കൻഡുകളും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. സദാസമയം പള്ളിയുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവര് നാളെ ഹർഷിന്റെ തണലുണ്ടെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ യുവസമൂഹം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജമായ വാർത്തകളും അശ്ലീല വീഡിയോയും വേണ്ടാത്ത ഓരോ വീഡിയോയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാപമൊക്കെ അവന്റെ മേലിൽ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതേസമയം ആര് നല്ലതിലേക്കുള്ള വഴി കാണിച്ചാലും അതിന്റെ പ്രതിഫലം അവന്റെ മേലിൽ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹദീസുകൾ പങ്കുവെക്കുക. സോഷ്യൽ മീഡിയ എന്നുള്ളത് ദീൻ പ്രചരിപ്പിക്കാനുള്ള ഒരു മഹത്തായ വേദിയുമാണ്. ഇത് അല്ലാഹുവിന്റെ നിഅമത്താണെങ്കിൽ പോലും അവന്റെ പരീക്ഷണവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുകയാണെങ്കിലും ആ സോഷ്യൽ മീഡിയയെ നമ്മൾ അടിമകളാക്കി മാറ്റാൻ പാടില്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിഅമതാന മഅബൂന ഫീഹിമാ കസീറു മിനൻ നാസി അസ്സിഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ അവരെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് അസ്സിഹത്ത്, അവരുടെ ആരോഗ്യത്തെ അവരെ വേണ്ടാത്ത ഫുഡുകളൊക്കെ ശരീരത്തിലേക്ക് ഏഡ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് തിന്മകളുടെ കൂടാരമാക്കി മാറ്റുകയാണ് അവന്റെ ശരീരത്തെ. അവന്റെ ആരോഗ്യത്തെ അവൻ നഷ്ടപ്പെടുത്തുകയാണ്, അവൻ അതിനെ ഇല്ലാതാക്കുകയാണ്. അല്ലാഹുവിന്റെ നിഅമത്താണെങ്കിൽ പോലും അത് നിഅമത്തായി കാണാതെ അവൻ അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉപയോഗിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേണ്ടാത്ത വീഡിയോകളൊക്കെ വ്യാജ വാർത്തയും പരദൂഷണമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ നമ്മൾ ദീൻ പ്രചരിപ്പിക്കാനുള്ള ഒരു മഹത്തായ വേദിയാക്കി മാറ്റണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതല്ലാതെ വാട്സപ്പുകൾ ഉപയോഗിച്ച് ഫേസ്ബുക്കുകൾ ഉപയോഗിച്ച് വേണ്ടാത്ത വീഡിയോകൾ പങ്കുവെക്കുന്നതിന് പകരം നല്ല വോയിസുകൾ, ഖുർആൻ പരമായ കാര്യങ്ങൾ, ഹദീസ് പരമായ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, പടച്ച റബ്ബ് ഈമാൻ നൽകട്ടെ. അല്ലാഹുവിന്റെ നിഅമത്താണെങ്കിൽ പോലും അത് അവരെ കൊടുക്കുന്ന ഒരു വലയമാണ്. മനുഷ്യ ശരീരത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയുമാണ് സോഷ്യൽ മീഡിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു, വൽ അസ്ർ, നിങ്ങൾ സമയത്തെ പരിഗണിക്കുന്നില്ലയോ? സമയത്ത് നിങ്ങൾ പരിഗണിക്കുന്നില്ലയോ? വിജയത്തിന്റെ 1000 അടയാളങ്ങൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടും കാര്യമില്ല. സമയത്ത് നിങ്ങൾ പരിഗണിച്ചില്ലേ, നിങ്ങൾക്ക് വിജയമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പടച്ചറബ് ഇങ്ങനെ ഖുർആനിലൂടെ വിജയത്തിന്റെ അടയാളങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ പടച്ചറബ് പറയുന്നത്, വൽ അസ്ർ, നിങ്ങൾ സമയത്തെ പരിഗണിക്കുന്നില്ലയോ? സമയത്തെ നിങ്ങൾ പരിഗണിച്ചോ, എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. സമയത്തെ നിങ്ങൾ പരിഗണിച്ചില്ലേ, അതിനെ മാനിച്ചില്ലേ, നിങ്ങൾക്ക് വിജയമില്ല. വിജയത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിജയമില്ല എന്നാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിനക്കറിയാത്ത കാര്യങ്ങളെ നീ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. മോശമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക.
ആ ഹബീബിന്റെ ചര്യയെ പിൻപറ്റുക. നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം അറിയേണ്ട ഒരു ചരിത്രമുണ്ട്. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ സ്വീകരിക്കാൻ വേണ്ടി റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുകയായിരുന്നു. ചെല്ലുമ്പോൾ ഒരു ഐക്യ വസ്ത്രമായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. ഇത് കണ്ട ഒരു അനുചരൻ അവിടുന്ന് ചോദിച്ചു പോവുകയാണ്, അല്ലയോ ഉമറേ, 16 രാജ്യങ്ങൾ ചേർന്ന സാമ്രാജ്യത്തിന്റെ അധിപനല്ലയോ താങ്കൾ? മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫല്ലയോ താങ്കൾ? എന്നിട്ടും എന്താണ് ഇത്ര പ്രൗഢി കുറഞ്ഞ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഇവിടുന്ന് റോഷാകുലനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, നഹ്നു ഖൗമുൻ അഅ്ദന അല്ലാഹു ബിൽ ഇസ്ലാമി ഫമഹ്മബതൽ ഇസ്സത ഫീ അരിഹി അദനഹുല്ലാഹ്. നമ്മുടെ പ്രതാപം വേശ്യാപ്രതികളിലോ ആഡംബര ജീവിതത്തിലോ ഇല്ല, മറിച്ച് ഇസ്ലാം എന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിലൂടെയായിരിക്കണം നമ്മുടെ ജീവിതം. മറ്റുള്ളവരെ കണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ അനുസരിച്ച്, മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് അനുസരിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് ഇസ്ലാം എന്നൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഒരു ഐഡന്റിറ്റിയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മുസ്ലിമായിക്കൊണ്ട് പ്രവാചകർ കാണിച്ച വഴിയെ നമ്മൾ പിൻപറ്റണം. ആ പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മൾ പിൻപറ്റണം. അതല്ലാതെ അതിനൊക്കെ മറികടന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിലൊരു യാതൊരുവിധ ഉപകാരം ഉണ്ടാവുകയില്ല. നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആ പ്രവാചകൻ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അപകർഷതാബോധം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. പ്രവാചക സുന്നത്തിന്റെ അടയാളങ്ങളെ വലിച്ചെറിയാൻ വെമ്പൽ കൊള്ളുന്ന എല്ലാ അടയാളങ്ങളെയും വലിച്ചെറിഞ്ഞ് കടൽ കടന്നു വരുന്ന വിദേശ സ്ഥാനത്ത് വാരിപ്പുണരാൻ തുള്ളിച്ചാടുന്ന സഹോദര, നീ കേട്ടുകൊള്ളുക, നിന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ മദീനയിലുണ്ടായിരുന്നു. മുസ്ലിമായെന്ന ഒറ്റ കാരണത്താൽ തന്റെ യജമാനന്റെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ബിലാൽ റളിയല്ലാഹു അൻഹു, അവസാനം പ്രവാചകരില്ലാത്ത മദീനയിൽ ഞാനില്ല എന്ന് വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിന്റെ അനുയായികളാണ് നാം. ആ സ്വഹാബത്ത് ജീവിച്ചതുപോലെയായിരിക്കണം നമ്മുടെ ജീവിതവും. സഹോദര, നിനക്കറിയാമോ, പ്രവാചകരുടെ പ്രിയപ്പെട്ട കവിയായിരുന്നു ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പല യുദ്ധവേളകളിലും ഓ പാട്ടുപാടുന്ന ഹസാനെ, നിന്നോടൊപ്പം ജിബ്രീലുണ്ടെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹസാൻ ഇബ്നു സാബിത്തിനോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പ്രവാചകരുടെ മരണശേഷം ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടി വെച്ചത് ഇങ്ങനെ, അവഖീമു ബഅദക ബിൽ മദീനതി ബൈനഹും യാ ലൈതനി ഉസ്ഖീതു സുമ്മൽ അസ്വദി ഔ ഹൽ അംറുല്ലാഹി ഫീനാ ആജിലാ ഫീ റൗഹത്തിൻ മിൻ യൗമിനാ ഔ ഫീ അദീം. സഹോദരങ്ങളെ, ഉമ്മുമാർ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉഹുദിന്റെ രണാങ്കളത്തിൽ സ്വഹാബികൾ ഛിന്ന ഭിന്നമായപ്പോൾ, വിരലിലെണ്ണാവുന്ന സഹാബത്തിങ്ങൾ മാത്രം ബാക്കിയായപ്പോൾ, ഉമ്മുമാര തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് നിലത്ത് വീണ വാളെടുത്തുകൊണ്ട് അവിടുന്ന് പോരാടുകയാ. അവസാനം പ്രവാചകരുടെ ശിരസിന് വെട്ടേറ്റപ്പോൾ രക്തം വന്നപ്പോൾ തടവിക്കൊടുത്തത് ഉമ്മുമാർ എന്നൊരു ധീരയായ സ്ത്രീയായിരുന്നു. ഒരിക്കൽ പോലും ആ സത്യത്തിന്റെ ലാഞ്ചന പൊന്നം വിളിപ്പോ തേനിതലുകളിൽ നിന്ന് കളിച്ചില്ലാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയുകയാണ്, ഉമ്മുമാറ, നിനക്കാവുന്നത് പോലെ മറ്റാർക്ക് സാധിക്കാനാണ്. പറഞ്ഞാലും തീരാത്ത സ്നേഹത്തിന്റെ മഹോപചനമാണ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിന്റെ ഹുബ്ബാണ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുമാറ എന്നൊരു ധീരയായ സ്ത്രീയായിരുന്നുവെങ്കിൽ അത്രയും വിപർണ ദീപമായിരുന്നു പ്രവാചക സ്നേഹമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ സ്വഹാബാക്കൾ നക്ഷത്രത്തുല്യരെ പോലെയാണ്. ആരെങ്കിലും അവനെ പിൻപറ്റിയാൽ അവന് സന്മാർഗം സിദ്ധിച്ചുവെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്വഹാബത്തിന്റെ അനുയായികളായി നാം ഇന്ന് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ വേണം. ആ ടൈം ടേബിൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതല്ലാതെ തോന്നിയതുപോലെ
കാര്യം തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ പ്രവർത്തിക്കുക, തോന്നുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ജീവിതമാവാൻ പാടില്ല. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ പഞ്ച്വാലിറ്റി വേണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. എല്ലാ ജീർണതകളെയും ഞാൻ എന്റെ കാലിനടിയിൽ മൂടിക്കളഞ്ഞിരിക്കുന്നെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ജീർണതകൾ ഓരോന്നും മാന്യതയുടെ മാനദണ്ഡങ്ങളായിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ജീർണതകളെയും ഞാൻ എന്റെ കാലിനടിയിൽ മൂടിക്കളഞ്ഞിരിക്കുന്നെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ജീർണതകൾ ഓരോന്നും മാന്യതയുടെ മാനദണ്ഡങ്ങളായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ എന്റെ മുഅ്മിനീങ്ങളെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതുപോലെ അവിടുന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം. പ്രവാചകരുടെ ചിന്ത എല്ലാ ടൈമും ഉമ്മത്തിനെ കുറിച്ചായിരുന്നു. എന്റെ ഉമ്മത്തിന് എന്താ സംഭവിക്കുക, എന്റെ ഉമ്മത്തിന് എന്താ പറ്റുക, എന്റെ ഉമ്മത്ത് എങ്ങനെയായിരിക്കും, അങ്ങനെ പ്രവാചകരുടെ ചിന്ത മുഴുവൻ ഉമ്മത്തിനെ കുറിച്ച്. പക്ഷെ ഉമ്മത്തിന്റെ ചിന്ത എന്താ? ഫുട്ബോൾ പ്ലേയേഴ്സിനെ കുറിച്ച്, സിനിമാ താരങ്ങളെ കുറിച്ച്, സിനിമാ നടിമാരെ കുറിച്ച്, അങ്ങനെ വേണ്ടാത്ത ആൾക്കാരെ കുറിച്ച്, അല്ലാഹുവിന്റെ അബദിയങ്ങളെ കുറിച്ച് തന്നെയാണ് അവരുടെ ചിന്ത. അഷ്റഫുൽ ഖൽഖിന്റെ ചിന്ത എന്താ? ഉമ്മത്തിനെ കുറിച്ചാണ്. നമ്മുടെ ചിന്ത ആരെ കുറിച്ചാ? മെസ്സിയെ കുറിച്ച്, റൊണാൾഡോയെ കുറിച്ച്, അങ്ങനെ ഓരോരുത്തർ ഗോൾ അടിച്ചു, ഓല് അവിടെ പോയി, അങ്ങനെ ഓരോ വേണ്ടാത്ത ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നത്. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കണം. മാത്രം നമുക്ക് വിജയം ഉണ്ടാകുകയാണ്. ഇതൊരു ചെറിയൊരു യാത്രയാണ് ഈ ദുനിയാവെന്നുള്ളത്. ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഖബർ ദീർഘമാണ്, അതിനേക്കാൾ ദീർഘമാണ് ആഖിറം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ചെറിയൊരു യാത്രയെ നല്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. അത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല മുത്തഖിയായി ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. അല്ലാഹു പ്രവാചകരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. നബിയോട് പറയാ സലാം പറയപ്പോൾ നബി പറഞ്ഞത്, ഓ അല്ലാഹുവേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്റെ ഉമ്മത്തുണ്ട് ദുനിയാവിൽ, അവർ സാധുക്കളാണ്, പാപികളാണ്. പടച്ച റബ്ബേ, നിന്റെ സലാം അവരുടെ മേലിലും നീ പറയണേ എന്നാണ് പ്രവാചകർ പറഞ്ഞത്. മരിക്കുന്ന ടൈമിൽ പോലെ എന്താ പറഞ്ഞേ? ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ കുറിച്ചാ ചിന്ത. മുഴുവൻ ടൈം ഉമ്മത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആരാണ് മുത്തുനബി, ആ മുത്തുനബിയുടെ പ്രത്യേകതകൾ എന്താണ്. ഒരുപാട് പ്രത്യേകതകളുള്ള പ്രവാചകനാണ് അന്തിമ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആനും ഹദീസും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1400 സഹോദരങ്ങളെ, സാധാരണ ഒരു പ്രവാചകനായിരുന്നില്ല. ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതുപോലെയായിരുന്നില്ല നമ്മുടെ അന്തിമ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുക, വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ പ്രവാചകന്റെ ശ്രേഷ്ഠതകൾ എന്താണ്, ആ പ്രവാചകന്റെ മഹത്വം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്ര ഭാഗ്യം ലഭിച്ച കൂട്ടരാണ്. ആ പ്രവാചകന്റെ ഉമ്മത്താവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതൊരു ഭാഗ്യമാണ്. പരിശുദ്ധ മക്കയുടെ മുമ്പിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുഖം വിശ്വാസ ബ്രൈറ്റ്നസ് മനോഹരമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ഒത്ത നീളമാണ് നബിയുടേത്. കുറിയവനല്ല, ഒരുപാട് നീളമുള്ളവനുമല്ല. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഹബീബിന്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടുതൽ ആ പ്രവാചകനായിരുന്നു. പുഞ്ചിരിക്കുമ്പോൾ മുത്തുകൾ അടുക്കി വെച്ച പല്ലുകളാണ്. പ്രവാചകന്റെ വായിൽ നിന്ന് വെളിച്ചം വരുന്നുണ്ട്. ഹബീബിന്റെ കണ്ണുകൾ മനോഹരമാണ്. ഇടതിങ്ങിയമയുണ്ട് നബിതങ്ങൾക്ക്, കൺപുരികമുണ്ട് നബിതങ്ങൾക്ക്. വിശാലമായ നെറ്റിത്തടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പുഞ്ചിരി തൂങ്ങി നടക്കുന്ന, ശത്രുക്കളോട് പോലും ചിരിക്കുമായിരുന്ന, അവരോട് പോലും അഭിസംബോധനം ചെയ്യുമായിരുന്ന, ശത്രുക്കളോട് പോലും ഒരു വെറുപ്പിന്റെ വാക്കിടയാതെ മക്കയിലെ ആദ്യത്തെ 13 കൊല്ലം കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച നബിതങ്ങൾ
കഅബാലയത്തിന്റെ മുന്നിലേക്ക് അതാ വരുന്നു. പുഞ്ചിരി തൂകുന്ന നിലാവിന്റെ ശോഭയേക്കാളും ശോഭയുള്ള മുഖമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ മുന്നിലേക്ക് വരുന്നു. അന്ന് കഅബാലയത്തിൽ ബിംബങ്ങളുണ്ട്. കഅബാലയത്തിന്റെ അകത്തും പുറത്തുമായി 360 ആരാധിക്കപ്പെടുന്ന കാലത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനാണോ കഅബാലയം പടച്ചു വെച്ചത്, എന്തിനു വേണ്ടിയായിരുന്നു അല്ലാഹു ആ മസ്ജിദ് പണിതുയർത്തിയത്? ഏകനായ സൃഷ്ടാവ്, ബിംബങ്ങളില്ലാത്തവൻ, ഇമേജുകളില്ലാത്തവൻ, പിക്ചേഴ്സ് ഇല്ലാത്തവൻ, ആ പടച്ചറപ്പ് ഉൾക്കൊള്ളുന്നത് മുഅ്മിന്റെ കൽബിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ആകാശ ലോകങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഭൂമിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വവശിയനീ കൽബു അബ്ദിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കൽബിനാണ് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നിന്നറിയുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സൃഷ്ടാവിനറിയാതെ ഈ ലോകത്ത് ജീവിച്ചിട്ടെന്താ കാര്യം? മുത്തുനബി തങ്ങൾ ആ സൃഷ്ടാവിന്റെ മുന്നിൽ സുജൂദ് നമിക്കാൻ, നിസ്കരിക്കാൻ കടന്നു വരുമ്പോൾ കഅബാലയത്തിന്റെ ചുറ്റും മക്കയിലെ കൊടിയ ശത്രുക്കളുണ്ടതിൽ. അബൂജഹലുണ്ടതിൽ, ഉത്ബയുണ്ട്, ഉഖബയുണ്ട്, പ്രമാണിമാരായ ശത്രുക്കൾ മുഴുവനുമുണ്ട്. പ്രഭയുള്ള, ശോഭയുള്ള, നിലാവിന്റെ വെളിച്ചമുള്ള, രാത്രിയിൽ പോലും പ്രകാശിക്കുമായിരുന്ന ഹബീബിന്റെ മുഖമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അന്നൊരു രാത്രി മദീനയിൽ മുത്തുനബി തങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഞങ്ങളുമുണ്ട്. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ഞാൻ ആ ചന്ദ്രനിലേക്ക് നോക്കും, എന്നിട്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും. ആ ഹബീബിന്റെ മുഖത്തിനായിരുന്നു ചന്ദ്രന്റെ ശോഭയെക്കാളും ശോഭയുള്ളതെന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഹബീബ് സുജൂദിലേക്ക് തലവെച്ചപ്പോൾ ചിരിക്കുകയായിരുന്നു ശത്രുക്കൾ. ആ ചിരി കുഫറിന്റെ ചിരിയായിരുന്നു. അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് ഈ മുഹമ്മദിന്റെ കഴുത്തിലേക്ക്, പിരടിയിലേക്ക് ഇന്ന് അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാല വേസ്റ്റ് ആരാണോ ഈ മുഹമ്മദിന്റെ തലയിലേക്ക് കൊണ്ടുപോയി ചേർത്തുക? അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പരാജയപ്പെട്ടവൻ എണീറ്റുകൊണ്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിലേക്ക് ചേർത്തുകയാണ്. സുബ്ഹാന റബ്ബിയൽ അലാ, പടച്ച റബ്ബേ നീയാണ് മഹോന്നതൻ എന്ന് പറയുന്ന ടൈമില് ഉഖബ മറ്റേ കുടൽമാല എടുത്തുകൊണ്ട് പ്രവാചകരുടെ പിരടിയിലേക്ക് ചാർത്തുകയാണ്. നിങ്ങൾ ഓർക്കണം, നബി തങ്ങൾ അവിടുത്തെ ബനൂ ഖൽബ് ഗോത്രത്തിലല്ല. നബി തങ്ങൾ ഹാഷിമിയായിരുന്നു, ഖുറൈശിയായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ BBYQ എന്ന ഗോത്രത്തിലായിരുന്നു ഹബീബ് ജനിച്ചത്. ആ നബിയുടെ വംശ പരമ്പര പോലും പരിഗണിക്കാതെ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആ ഹബീബിന്റെ തലയിലേക്ക് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയിട്ട് സുജൂദിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധമേ ദുർഗന്ധം, എന്ത് ദുർഗന്ധമാണ്! ദുർഗന്ധത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു ആ കാഫിരീങ്ങൾ. ആ നേരത്തെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ എടുത്താൽ പൊങ്ങാത്ത ഇളം കൈകൊണ്ട് ആ ഹബീബിന്റെ തലയിൽ നിന്ന് ചീഞ്ഞു നാറുന്ന കുടൽമാല എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് ഹബീബിന്റെ പിരടിയിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ 3-4 തവണ ആ വെള്ളം വന്ന് ഒഴിക്കുകയാണ്. എന്നിട്ട് ഹബീബിന്റെ പിരടി ശുദ്ധിയാക്കുകയാണ്. ഹബീബ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആ ഹബീബിനെ കൈക്ക് ശുദ്ധിയാക്കിയിട്ട് ആ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഉപ്പാ, എത്ര നാളുണ്ട് ഈ പ്രയാസം? എത്ര നാൾ നമ്മൾ കഷ്ടപ്പെടണം? എത്ര നാൾ നമ്മൾ ആക്രമിക്കപ്പെടും? എത്ര നാൾ നമ്മൾ ഈ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്ന് ഹബീബിനോട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോൾ ഹബീബ് മറുപടി കൊടുക്കുക, മോളെ ഫാത്തിമ, വിഷമിക്കേണ്ട, ഇത് ദുനിയാവല്ല, തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദിനാ മോളെ നീ പേടിക്കുന്ന, നമ്മളോട് പടച്ച റബ്ബുണ്ട്. അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച് എന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചതാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സമുദായത്തിൽ ഇങ്ങനെ തിന്മകൾ വർദ്ധിക്കുകയാണ്, ഖിയാമത്തിന്റെ അടയാളങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയി ചോദിച്ചു, ഓ പ്രവാചകരെ, എനിക്ക് ഖിയാമത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരുവോ? ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു കൊടുക്കുക, അയ്യകൂനൽ വലദു
അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, ഖിയാം നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്നുള്ളത് ചെറിയ മക്കൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വെറുതെ ദേഷ്യപ്പെടുക. ചെറിയ 5-4 വയസ്സുള്ള മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുക. അത് ഖിയാം നാളിന്റെ അടയാളമാണ്. അവരുടെ വാക്കുകൾ എന്താ? ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലുമെന്നാ പറയുന്നത്. സ്കൂൾ വരെ പോയിട്ടുണ്ടാവുകയില്ല, പക്ഷെ അവരുടെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെ വേണ്ടാത്ത അങ്ങനെ മോശമായ പറയാൻ പോലും പറ്റാത്ത വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. സൂക്ഷിക്കണം. 5 വയസ്സാകുമ്പോൾ തന്നെ ഉപ്പ ഐപാഡ്, സാംസങ്, ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ, ഇയർഫോണുകൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മകനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പയെ തള്ളിപ്പറയുന്ന മക്കളാണ്, വാപ്പയെ തള്ളിപ്പറയുന്ന മക്കളാണ്, ഉമ്മയെ നിരുത്സാഹപ്പെടുത്തുന്ന മക്കളാണ്. ഉമ്മ ചോദിച്ചാൽ പറയും ഉമ്മ ഒന്ന് മിണ്ടാതിരിക്കുക, എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി വാപ്പ ചോദിച്ചാൽ പറയും തുടങ്ങി, വാപ്പാന്റെ വായത് തുടങ്ങി, ആ ഉപദേശം തുടങ്ങി. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. ഇങ്ങനെയാ പറയുക. അങ്ങനെ ഉപ്പയും ഉമ്മയും മാനിക്കാതെ അവന് തോന്നിയത് പോലെ അവന്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ നടക്കുകയാണ്. സ്കൂൾ വരെ പോയിട്ടില്ല, 5-4 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ അവന് ഇങ്ങനെ വെറുതെ ചൂടാവുക, ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ ചൂടാവുക. അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ടോ? ഖിയാനാളിന്റെ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ബിൻ മസ്ഊദിനോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, 10 മാസം പൊന്നാരും തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് തന്റെ മകൻ ജനിച്ചപ്പോൾ സന്തോഷിക്കുകയാണ്. വാപ്പയും ഉമ്മയും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അവർ ഇങ്ങനെ കൊതിക്കുകയാണ്. അങ്ങനെ പടച്ചിറപ്പ് അവന്റെ നിഅ്മത്ത് അവരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ മകൻ പിറന്നതിന് വേണ്ടി ഹഖീഖത്ത് ഇറക്കുകയാണ്. അങ്ങനെ നാട്ടുകാരൊക്കെ വിളിച്ച് എല്ലാരെയും ഒരുമിച്ച് കൂട്ടി ഇതെന്റെ മോനാനട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെയധികം സന്തോഷത്തിലാവുകയാണ്. പക്ഷേ അവനൊരു പക്വത എത്തുമ്പോൾ, അവനൊരു പ്രായം എത്തുമ്പോൾ വാപ്പയോട് ദേഷ്യപ്പെടുകയാണ്, ഉമ്മയോട് ദേഷ്യപ്പെടുകയാണ്. അവർ അനുസരിക്കാതെ അവൻ തോന്നിയ വഴിക്ക് നടക്കുകയാണ്. ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കൾ വാപ്പയോട് ദേഷ്യപ്പെടുന്ന കാലം, മക്കൾ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന കാലം ഹബീബുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹബീബ് ഖിയാനാളിന്റെ അടയാളങ്ങൾ പറയുന്നതിൽ രണ്ടാമതായി പറഞ്ഞത് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ യാതൊരുവിധ ഉപകാരവുമില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജനങ്ങൾ ചോദിക്കും വെള്ളം എവിടെ പോയി? കൃഷികളൊന്നും മുളക്കുകയില്ല. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. അതാണ് ഖിയാം നാളിന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മത്തറിൽ നിന്ന്, ആ മഴയിൽ നിന്ന് ബർക്കത്തിനെ എടുത്തു മാറ്റും. കൃഷികൾ മുളക്കുകയില്ല, ചെടികൾ ഉണ്ടാവുകയില്ല, ജനങ്ങൾ ദരിദ്രരായി മാറുകയാണ്. അങ്ങനെയുള്ള ഒരു കാലം വരാനുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്ത വചനങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്നത് തബക്ക് എന്ന് പറഞ്ഞ പ്ലേറ്റുകൾ എന്നാണ്. തുവാസിൽ എന്ന് പറഞ്ഞാൽ കോൺടാക്ട്, മുവാസിലത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. UAE കമ്പനിയാണ് ഇത്തിസ്ലാത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ. UAE പോയൊക്കെ, അറബ് രാജ്യങ്ങളിലൊക്കെ പോയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തിസ്ലാത്ത് എന്ന് പറയുന്നത്. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. തബക്ക് ഡിഷ് ആന്റിന, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും. പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക. ഇതിങ്ങനെ ഹദീസിൽ പറയുമ്പോൾ ശൈഖന്മാർ മിണ്ടാതിരിക്കും. പ്ലേറ്റുകൾ തമ്മിൽ അത് സംഭവം, പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക. പക്ഷേ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ മക്കാ മണലാനത്തിൽ ഉദിച്ചതാണ്. പ്ലേറ്റുകൾ തമ്മിൽ, ഡിഷുകൾ തമ്മിൽ, ഡിഷ് ആന്റിന തമ്മിൽ, സാറ്റലൈറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഏതൊരു ചെറ്റക്കുടിലിന്റെ മുകളിലാണെങ്കിലും, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവന്റെ വീടിന്റെ മുകളിലാണെങ്കിലും സാറ്റലൈറ്റുകൾ, ഡാറ്റകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, സമയങ്ങൾ അടുത്തു വരിക. സമയങ്ങൾ അടുത്തു വരിക എന്ന് പറഞ്ഞാൽ
ഖിയാം നാളിന്റെ അടയാളമാണിത്. തതഖാറബൽ അസ്മാൻ വൽ അസ്വാഖ്, അങ്ങാടികളും സമയങ്ങളും അടുത്ത് വരിക. ഈ തതഖാറബൽ അസ്മാൻ എന്നതുകൊണ്ട് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് ദൂരെയുള്ള സ്ഥലങ്ങൾ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് എത്തുക എന്നാണ്. ദൂരെയുള്ള സ്ഥലങ്ങൾ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് അത് ഖിയാം നാളിന്റെ അടയാളമാണ്. പ്രവാചകർ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇബ്നു മസ്ഊദിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സൂപ്പർസോണിക് പോലെയുള്ള വിമാനങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ മക്കയിൽ നിന്ന് ഷാമിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ 40 ദിവസം എടുക്കുമായിരുന്നു. അവിടെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. 3000 കിലോമീറ്റർ ഉണ്ട് ഫലസ്തീനിലെ ജെറുസലേം ഖുബ്ബത്തു സഖ്റയിൽ അന്ന് രാത്രിയിൽ പ്രവാചകർ സഞ്ചരിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ്. 3000 കിലോമീറ്റർ ഉള്ള ദൂരമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതൊരു പരിശുദ്ധനായ പടച്ചറബ്. മനുഷ്യന് അല്ലാഹു കൊടുത്ത സംവിധാനങ്ങൾ അതിൽ നമുക്ക് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഅ്റാജ് എന്നുള്ളത് മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തുമായി നമ്മൾ മനുഷ്യൻ കമ്പാരിസൺ ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതുമായി നമുക്ക് സദൃശപ്പെടുത്താൻ സാധിക്കും. മക്കയിൽ നിന്ന് ഷാമിലേക്ക് അന്നെടുത്തത് 40 ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് സൗദി അറേബ്യ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജോർദാനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൈലറ്റ് ഫ്ലൈറ്റ് പറത്തുന്നത് വെറും 2.5 മണിക്കൂർ കൊണ്ടാണ്. 40 ദിവസം എടുത്ത യാത്ര ഇന്നെത്തുന്നത് വെറും 2.5 മണിക്കൂർ കൊണ്ടാണ്. സമയങ്ങൾ ഇങ്ങനെ അടുത്തു വരിക. ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിന്റെ കാലങ്ങൾ സമയ പ്രശ്നങ്ങളാണ്. ഖിയാം നാളിന്റെ അടയാളമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ മണലാഴത്തിൽ ഇബ്നു മസ്ഊദിനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയാണ് തതഖാറബൽ അസ്മാൻ വൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. ഇപ്പോ കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര അങ്ങാടികളാണ്. റോഡിന്റെ അരികിൽ മാത്രമല്ല, ഇങ്ങനെ ഓരോ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് സെന്ററുകളും ചെറിയ ചെറിയ കടകളുമായി ഇങ്ങനെ അങ്ങാടികൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അങ്ങാടികളും സമയങ്ങൾ ഇങ്ങനെ അടുത്ത് വരികയാണ്. ഇതിനേറെ പറയുന്ന വെബ്സൈറ്റുകൾ, ഇപ്പൊ അങ്ങാടികളൊക്കെ നമ്മുടെ കൈകളിലാണ്. നമുക്ക് റൂമിൽ ഇരുന്നു കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റുകൾ എടുത്താൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ, അങ്ങാടികൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലം വരാനുണ്ട് എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെ ആപ്പുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 3 ലക്ഷത്തിലേറെ പ്രൊഡക്ട്സുകൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ഖിയാം നാളിന്റെ അടയാളമെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഖിയാം നാളിന്റെ അടയാളം പറയുന്നത് വതക്സുറൽ കൈനാതു വൽ മആദിഫ്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ, മ്യൂസിക്കൽ ഉപകരണങ്ങൾ വർദ്ധിക്കുക. ഇത് ഖിയാം നാളിന്റെ അടയാളമാണ്. വതുശ്റബൽ ഖുമൂർ, മദ്യപാനം കൂടുക. എന്നൊക്കെ സ്കൂളിന്റെ കലാപരിപാടികൾ പറഞ്ഞ് പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ, പുരുഷന്റെ ഹോർമോൺ, ഒരു അന്യായ സ്ത്രീയെ സ്റ്റേജിലേക്ക് കാണുമ്പോൾ, പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന്റെ പുരുഷന്റെ ഹോർമോൺ പ്രവർത്തിക്കുകയാണ്. പച്ച ഹറാമാണ് ഇതൊക്കെ. പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് കാറ്റുകയാണ്. കലോത്സവത്തിന്റെ പേര് പറഞ്ഞ് അവരെ വേദിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു മോശമായ സ്വഭാവമാണ് ഇന്നത്തെ യുവതലമുറയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുടെ വിളയാട്ടമാണ് ഇന്നത്തെ യുവതലമുറയിൽ നടക്കുന്നത്. അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ ആകാശം പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും. ഭൂമിയിൽ ഇങ്ങനെ ഭൂകമ്പങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കും. ഭൂമി ഇങ്ങനെ കിടുകിടാ വിറക്കും. അങ്ങനെയുള്ള അടയാളങ്ങൾ പടച്ചിറപ്പ് ഖിയാം നാളിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്പോൾ റിംഗ്ടോണുകളെ മ്യൂസിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെപ്പിറപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിക്.
എന്തിനിപ്പം മ്യൂസിക്കാണ്? പള്ളിയിൽ നിന്ന് ഖത്തീബ് ഖുതുബ ഓതുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ സൈലന്റ് ആക്കിയിട്ടില്ലെങ്കിൽ റിംഗ് ടോൺ അടിക്കും. എന്ത് രീതിയിൽ? മ്യൂസിക്കിന്റെ രീതിയിൽ. അവിടെയും മ്യൂസിക്കാണ്. എവിടെ തിരിഞ്ഞു നോക്കിയ മ്യൂസിക്കാണ്. മ്യൂസിക്കിനൊരു കൂടെ പിറപ്പായി നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ഉണർത്തിയ പടച്ചവനാണ് സർവസ്തുതിയും എന്ന് പറയുന്ന ടൈമിലും മ്യൂസിക്കാണ്. അലാം അടിക്കുക. എന്ത് രീതിയിൽ? മ്യൂസിക്കിന്റെ രീതിയിൽ. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും മ്യൂസിക്കാണ്. എവിടെ നോക്കിയാലും മ്യൂസിക്കാണ്. ഖിയാം നാളിന്റെ അടയാളമാണ്. അലാമൊക്കെ മ്യൂസിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരണം ഒരു കുട്ടിക്കളിയല്ല, തമാശയല്ല. ഹിസാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അന്നാറു ഹഖ്വൻ വൽ ഹിസാബു ഹഖ്വൻ വൽ ജന്നത്തു ഹഖ്വൻ വസ്സിറാത്തു ഹഖ്വൻ വൽ മീസാനു ഹഖ്വൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. പ്രവാചകന്റെ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു എന്നതിൽ ഉപരി നമ്മൾ കാണുക, പ്രവാചകർ ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളായിരിക്കും നമ്മൾ കാണുക. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരലായിരുന്നു പ്രവാചകരുടെ ജീവിതം. ബോസിനെ പോലെ ആയിരുന്നില്ല, നേതൃത്വമായിരുന്നു. സഹാബികളോട് കൂടെ കൂടി പ്രവർത്തിക്കുമായിരുന്നു. അതല്ലാതെ ഉപദേശിക്കുകയില്ല, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ പറയല്ല. ആദ്യം പ്രവാചകർ കാണിച്ചു കൊടുക്കും, അതിന്റെ ശേഷമാണ് അവരത് പ്രവർത്തിക്കുക. അവരോടൊപ്പം പ്രവാചകർ ഇങ്ങനെ കൂടെ നിൽക്കും, ഒരു ലീഡറിനെ പോലെ. എന്നിട്ട് ഇന്നത്തെ സമ്പ്രദായങ്ങൾ പോലെ ആയിരുന്നില്ല. ജീവിത അനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരലായിരുന്ന പ്രവാചകരുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം, കലിമ ചൊല്ലിയതിനു ശേഷം ഇത്രയും നല്ലൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മമൻ അഹ്ബബ്ത. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നാളെ നിങ്ങൾ അവരുടെ കൂടെയായിരിക്കും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനേക്കാളും സന്തോഷമുള്ള വേറൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ? അവരാരെ സ്നേഹിക്കുന്ന പ്രവാചകനെയാണ്, ആ പ്രവാചകന്റെ കൂടെയാണ് നാളെ. അത് ഓർത്ത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. യുവർ ചോയ്സ്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ആരെ സ്നേഹിക്കുന്നത്. ഹിന്ദുവിനെ സ്നേഹിക്കാം, ക്രിസ്ത്യാനിയെ സ്നേഹിക്കാം, ഫുട്ബോൾ പ്ലേയേഴ്സിനെ സ്നേഹിക്കാം, സിനിമാ താരങ്ങളെ സ്നേഹിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യുവർ ചോയ്സ്, നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആരെ തോന്നുന്നു, ഇവനെ തോന്നുന്നു, അവനെ സ്നേഹിച്ചോ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നാളെ അവന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ. അവൻ എവിടെയാണോ പോകുന്നത് അവന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാം, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാം, അമ്പിയാക്കളെ സ്നേഹിക്കാം, സിനിമാ നടന്മാരെ സ്നേഹിക്കാം. നിങ്ങളുടെ ചിന്ത ആദ്യം സിനിമാ നടന്മാർ, പിന്നെ റബ്ബ്, പിന്നെ ഹബീബ്. അങ്ങനെയാണെങ്കിൽ പോയി അതിൽ യാതൊരുവിധ ഉപകാരം ഉണ്ടാവുകയില്ല. ഇപ്പോ 4 മണിക്കൂറുള്ള സിനിമകളൊക്കെ കുത്തിരിഞ്ഞ് കാണും, പക്ഷേ 5-10 മിനിറ്റുള്ള നിസ്കാരത്തിന് അവർ എത്തുകയില്ല. ആദ്യം അവർക്ക് സിനിമ നടന്മാർ, എന്നിട്ട് പിന്നെ അല്ലാഹു. അങ്ങനെയുള്ളൊരു ചിന്തയാണ്, അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശ്രമം നമുക്ക് ആക്കട്ടെ. ഇത്ര മോശമായ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പരിശ്രമ തൗഫീഖ് നൽകട്ടെ, ഈമാൻ നൽകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടി ജീവിക്കുന്ന ഭാഗ്യന്മാരിൽ നിന്ന് ജീവിക്കാൻ പരിശ്രമക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, സ്വർഗം വേണോ നരകം വേണോ. എന്നാൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് തിരഞ്ഞെടുക്കാം. അങ്ങനെ നാളെ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാം. ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ യുഹിബ്ബുസ് സുന്ന, മഹാനായ സ്വഹാബി മസ്ജിദുൽ നബവിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. സ്വഹാബികൾ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. സുബ്ഹിന്റെ സമയമാണ്. ഇങ്ങനെ അവർ ചർച്ച ചെയ്യുകയാണ്, അവരുടെ കഥകളൊക്കെ അവർ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഓരോ സഹാബികളും അവരെ ഇന്നലെ രാത്രി കണ്ട സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബിനോട്. ഹബീബിനോട് ചോദിക്കുക, പഠിച്ചോനെ ഹബീബെ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിക്കുക. അങ്ങനെ ഹബീബ് അതിന്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇബ്നു ഉമറിന് ഒരു സങ്കടം. ഇബ്നു ഉമർ ഒരു സ്വപ്നവും കാണുന്നില്ല. പരാതി പറയുക പ്രവാചകനോട്, പ്രവാചകരെ ഞാനൊരു സ്വപ്നവും കാണുന്നില്ല. അങ്ങനെ തന്റെ പെങ്ങളായ ഹഫ്സ ബീവിയോട് പറയുകയാണ് ഈ പരാതി.
ആരാണ്? ഹഫ്സ ബീവി, പ്രവാചകരുടെ പത്നിയാണ് ഹഫ്സ ബീവിയോടും ഈ പരാതി പറയുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ബിനോട് അങ്ങനെ ഒരു രാത്രി ഇബ്നു ഉമർ നബിയുടെ പള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അബ്ബിനോട് പറഞ്ഞു, ഇൻ കുൻത തഅലമു ഫീ ഖൈറൻ ഫഅരിനിൽ ലൈലത്തർ റുഅയ, എന്നിൽ ഒരു നന്മ കാണുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ ഈ രാത്രി എനിക്കൊരു സ്വപ്നം കാണിച്ചു തരണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ഫറഅയ്തുന്നാർ, ദാ കാണുന്ന സ്വപ്നത്തിൽ ഫറഅയ്തുന്നാർ, അപ്പോൾ ഒരു നരകത്തെ കാണുകയാണ്. മഹ്ശറിൽ ഇങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞ് രണ്ട് മലക്കുകൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിൽ ഫറഅയ്തുന്നാർ, അപ്പോൾ നരകത്തെ കാണുകയാണ്. ആ നരകം ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. വഅലൈഹൽ അതാകൽ ബിർ, കിണർ പോലെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ് ആ നരകം. അലൈഹിം നാറും ഉസ്സദ, അവരുടെ മേൽ, അതാണ് പറയുന്നത് ഖുർആനിലൂടെ, അവരുടെ മേൽ നരകം ഇങ്ങനെ മൂടപ്പെട്ടതായിരിക്കും. നരകം മൂടിയിട്ടാണ് ഉണ്ടാവുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ നരകത്തിൽ തനിക്ക് പരിചയമുള്ള മക്കക്കാരെ കാണുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് നമ്മളെ കാക്കണേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചസ്വരത്തിൽ പറയുകയാണ്. അങ്ങനെ മൂന്നാമതായ ഒരു മലക്കവിടെ കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ലട്ടോ. ഞെട്ടി ഉണർന്നു. ആ ടൈമിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. സുബ്ഹി നിസ്കാരത്തിന്റെ ടൈം ആയിട്ടുണ്ട്. തന്റെ പെങ്ങളായ ഹഫ്സ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്വപ്നം പ്രവാചകരോട് പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിക്കണം. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിഅമർ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രി നിസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഉമർ എത്ര നന്നായിരുന്നുവേനെ. ഇബ്നു ഉമർ വളരെ ക്ലിയർ ആണ്, നല്ല മുത്തഖിയാണ്, നല്ല സൽസ്വഭാവിയാണ്. പക്ഷേ ഇബ്നു ഉമറിന് എന്തില്ല? രാത്രി നിസ്കാരമില്ല. ആ രാത്രി നിസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇബ്നു ഉമർ എത്ര പൊളിയായിരുന്നുവേൻ എന്ന് പ്രവാചകർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. فما تركتها منذ أن قالها رسول الله صلى الله عليه وسلم, പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്തത് മുതൽ അതിന്റെ ശേഷം ഇബ്നു ഉമർ ആ തഹജ്ജുദിനെ ഒഴിവാക്കിയിട്ടില്ല. ആ രാത്രിയിലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സുഹദാക്കളാരാണ്? വിജയിച്ചവരാരാണ്? അവരെങ്ങനെയാണ്? അവരുടെ ജീവിതത്തിൽ രാത്രി നിന്ന് നിസ്കരിക്കും. രാത്രിയിലെ നിസ്കാരം അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. നിങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കണമേ എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. വളരെ മഹത്വമുള്ളതാണ്. ഇശാ നിസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്, തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എന്താവുക? വളരെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുക. എന്നിട്ട് ആ തഹജ്ജുദിന് വേണ്ടി തയ്യാറാവുക. അത് സജ്ജനങ്ങളുടെ മാർഗമാണ്. രാത്രിയുടെ ഇരുട്ടിൽ കിടന്നുറങ്ങുന്ന ടൈമിൽ ആ പാതിരാത്രി എണീറ്റുകൊണ്ട് നിസ്കരിക്കുക. സുബഹി നിസ്കാരമല്ല. സുബഹി നിസ്കാരം എന്നുള്ളത് ഒരു പബ്ലിസിറ്റിയാണ്. 4 ആളുകൾ കാണാം, 5 ആളുകൾ കാണും. പക്ഷേ തഹജ്ജുദ് നിസ്കാരം ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ അവനും പടച്ചറബും തമ്മിൽ ബന്ധപ്പെടുന്നതാണ്. കമ്മ്യൂണിക്കേഷനാണ്. വേഗം കിടന്നുറങ്ങുക, വേഗം എണീക്കുക. നമ്മുടെ സലാത്തിനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതും കേട്ടതെല്ലാം പടച്ചറബ് ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമേൻ. ലാസ്റ്റായി പറയാനുള്ളത്, ഒരു നിയ്യത്തെടുക്കണം നിങ്ങൾ. ഇന്ന് മുതൽ ഞാൻ തഹജ്ജുദിനെ ഒഴിവാക്കുകയില്ല. എന്ത് സംഭവം വന്നിട്ടുണ്ടെങ്കിലും തഹജ്ജുദിനെ ഞാൻ ഒഴിവാക്കുകയില്ല. അതിന്റെ മഹത്വങ്ങൾ ഇനി ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തഹജ്ജുദിനെ പതിവാക്കുക.
ക്യാൻസർ പോലെയുള്ള കിഡ്നിക്ക് അസുഖങ്ങൾ വരുന്ന അങ്ങനെയുള്ള പല പല അസുഖങ്ങളും ആ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക, ഇന്ന് രാത്രി സലാത്ത് മജ്ലിസ് കഴിഞ്ഞത് മുതൽ ഞാൻ ഇനി തഹജ്ജുദിനെ ഒഴിവാക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം കിടന്നുറങ്ങുക. 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമെന്നില്ല. അത് സുബഹി തന്നെ നിസ്കരിക്കുമെന്ന് സംശയമാണ്, ഖളായിപ്പോ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുക. എന്നിട്ട് തഹജ്ജുദിന് എണീക്കുക. ഒരു സുബഹിന്റെ 10 മിനിറ്റ് മുന്നെയോ ഇല്ലെങ്കിൽ ഒരു 3 മണിയോ 2 മണിയോ അങ്ങനെ എണീറ്റ് നിങ്ങൾ എന്താവുക, നിസ്കരിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നാല് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ആ കയ്യിൽ നിന്ന് കുടിക്കുവാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ. നാളെ ശഫാഅത്തിന് വിളിക്കുമ്പോൾ ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പാരവേഴ്ന്ന് ആ ശഫാഅത്തിനെ സ്വീകരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കുക. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله تعالى وبركاته. الله سبحانه وتعالى ഈ സദസ്സ് സ്വീകരിക്കട്ടെ.